ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ആൻഡ് ആർട്സ് വേൾഡ്. അപ്പോ ഇന്നലെ ഞങ്ങള് കോഴിക്കോട് ശനിയാഴ്ച ആഘോഷിച്ചു. ജീസസ് യൂത്തിന്റെ എല്ലാ കുടുംബാംഗങ്ങളും കൂടിയിട്ട് ആഘോഷിച്ചിട്ടോ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കോഴിക്കോട്ടിനെ കുറിച്ചും നമ്മുടെ ഓശാനിനെ കുറിച്ചും അറിയേണ്ടതിന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും അവരുടെ വീട്ടിൽ നിന്ന് കോഴിക്കോട്ട് കൊണ്ടുവന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ കോഴിക്കോട്ടിനെ കുറിച്ച് നമ്മുടെ ഡീസൻ ചേട്ടൻ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കണ്ടാലോ. അല്ല കുടുംബക്കാരനുണ്ട് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ് ആ ഓർമ്മയ്ക്ക്. പിന്നെ പറയുന്നത് ഈശോ ജെറിക്കോയിൽ നിന്ന് 40 ദിവസം കഴിഞ്ഞപ്പോഴേ പിശാച് പരീക്ഷിക്കപ്പെട്ടു, ഇല്ലേ? പരീക്ഷിക്കപ്പെട്ടു. അവിടെ നിന്ന് ജെറിക്കോയിൽ ജെറിക്കോ പോയിട്ടാണ്. ഇന്നലെ പറഞ്ഞതൊക്കെ ഇന്നും ഓർമ്മയില്ല. ഇന്നത്തെ കഴിഞ്ഞ വർഷത്തെ കാര്യം പറയാം. എന്താണത്? അവിടെ ഷിൻസിക്ക് എന്താ പറയണത്? ഷിൻസി പറഞ്ഞു കോഴിക്കോട് കുറിച്ച് എന്താ പറയുന്നത്? എന്തോ പറയണ്ടല്ലോ, അമ്മ കണ്ടറിയാം. എന്തുകൊട്ട? കോഴിക്കോട്ടല്ല, കൊഴുക്കട്ട. അപ്പൊ ഈ കൊഴു എന്ന് പറയുമ്പോ ശരിക്കും അതിന്റെ പേര് മഴു എന്ന് നടത്താം. മഴു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തിനു ഉപയോഗിക്കുന്ന മഴു? വെട്ടിമുറിക്കാനുള്ളതാണ്. ഇത് പല കാരണങ്ങളാണ് പറയണത്. അറിയാം, ഞാനിങ്ങനെ വായിച്ചു കേട്ട അറിവുകൾ മാത്രമേ ഞാൻ പറയുന്നത് കേട്ടാ. എനിക്ക് വലിയ കാരണമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് പറയാം, അതൊന്നും ചാൻസ് തന്നെ. മഴു എന്നുള്ളത് മുറിക്കാനുള്ളതാണ്. നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ 50 നോമ്പിന്റെ കാലഘട്ടത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ എത്ര ദിവസമായി? 40 കഴിഞ്ഞ് നമ്മൾ 40 മുറിക്കുകയാണ്. അതിനെയാണ് കൊഴുക്കട്ട. മഴ കൊണ്ട് മുറിച്ച് മാറ്റുന്ന. നമ്മൾ ഈ നോയമ്പില് നമുക്ക് 40 ദിവസം കഴിഞ്ഞ് നമ്മൾ അതിനൊരു ബ്രേക്ക് അല്ല, അതിനെ അങ്ങനെ സോഫ്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മൾ മാറ്റുന്ന ആ ഒരു മുറിവാണ് 40 ദിവസം നമ്മൾ അവസാനം ശനിയായിട്ട് ആഘോഷിക്കുന്നതെന്ന് പറയുന്നത്. അതാണ് മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞത്. വീണ്ടും ഇവിടെ പറഞ്ഞ പോലെ തന്നെ ലാസറിന്റെ ഉയർപ്പിന്റെ പ്രതീകമായിട്ട് മർത്ത മറിയമിന്റെ വീട്ടില് ഈശോ ചെന്നപ്പോൾ ഉണ്ടാക്കിയ ഭക്ഷണമാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു വിരുന്നാണ് ഓശാനയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഈ കോഴിക്കോട്ട എന്ന് പറയുന്നത്. പിന്നെ വേറെ പറയുന്നുണ്ട്, ലാസറ ഉയർത്തെഴുന്നേറ്റിന് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഇവരുണ്ടാക്കി കൊടുത്തതാണ് ആ ഓർമ്മയ്ക്ക്. പിന്നെ പറയുന്നത് ഈശോ ജെറിക്കോയിൽ നിന്ന് 40 ദിവസം കഴിഞ്ഞപ്പോഴേ പിശാചിന് പരീക്ഷിക്കപ്പെട്ടു, ഇല്ലേ? പരീക്ഷിക്കപ്പെട്ടു. അവിടെ നിന്ന് ജെറിക്കോയിൽ നിന്ന്, ഞങ്ങൾ ജെറിക്കോ പോയിട്ടായിരുന്നു. ജെറിക്കോയിൽ നിന്ന് ജെറുസലേമിലേക്ക് ഒരുപാട് 1.5 മണിക്കൂർ തന്നെ വണ്ടിയിൽ യാത്രയുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ഈശോ ഇങ്ങോട്ട് എവിടേക്ക് വന്ന് ജെറുസലേമിലേക്ക് വന്നത്. വരുന്ന വഴിയാണ് ബഥാനിയിൽ വെച്ചിട്ട് ഇവരെ വീട്ടിൽ കയറിയപ്പോ, കാരണം ഏറ്റവും പ്രിയപ്പെട്ടതാണ് ലാസറിന്റെ വീട്ടിൽ കയറിയപ്പോ ഉടനടി മർത്താ മറിയം. ഇത് പ്രത്യേകത, ഏറ്റവും വേണ്ടപ്പെട്ട വീടാണ്, ലാസർ ഏൽപ്പിച്ച വീടാണ്. അപ്പോ എവിടെ പോകുമ്പോഴും ഈശോ ആ വീട്ടിൽ കയറുന്നു പറയണത്. അങ്ങനെ മർത്താ മറിയന്റെ വീട്ടിൽ കയറിയപ്പോ പെട്ടെന്ന് ഈശോയ്ക്ക് കൊടുക്കാൻ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമായിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ് കോഴിക്കോട്ട എന്ന് പറയുന്നത്. പിന്നെ ഈ കോഴിക്കോട്ടെ പ്രത്യേകത, ഇതിന്റെ കളർ എന്താണ്? പ്യൂർ വൈറ്റ് അല്ല, എന്നാൽ 9016 അല്ല, എന്നാലും വൈറ്റ് ആണ്. പ്യൂർ വൈറ്റ് ഉണ്ട്. അതായത് പ്യൂർ വൈറ്റ് പെടുത്താൻ ഇതിന് വേറൊരു പ്രതീകമുണ്ട്. ഇതിന്റെ പുറം ഭാഗം വൈറ്റ്, ഉൾഭാഗം ഗോൾഡ് കളർ. ഇത് രണ്ട് കാര്യങ്ങൾ പറയുന്നത്. വൈറ്റ് ഈശോയെ പ്രതിനിധീകരിക്കുന്നു, അതിന്റെ ഉൾഭാഗം ഗോൾഡ് കളർ ഈശോയുടെ സ്നേഹത്തെ മധുരമായ ഈശോയുടെ സ്നേഹത്തെ പ്രതിനിധീകരിക്കുന്നു. ഇങ്ങനെയും പറയപ്പെടുന്നുണ്ട്. ഇനി ചില കോഴിക്കോട്ട മധുരമുള്ളതും ചില കോഴിക്കോട്ട ചില കോഴിക്കോട്ടയ്ക്ക് മധുരമില്ല. ഈ മധുരമില്ലാത്ത കോഴിക്കോട്ട ആണ് സ്മിത പറഞ്ഞ ഈശോനെ കല്ലെറിഞ്ഞു കൊന്നതിന്റെ പ്രതീകമായിട്ട് ഈശോയ്ക്ക് വേദന അനുഭവപ്പെട്ട ആ കോഴിക്കോട്ട. മധുരമില്ലാത്ത കോഴിക്കോട്ട. അപ്പൊ മധുരമുള്ളത് എന്താണ്? മധുരമുള്ളതാണ് ഈശോ മർത്താ മറിയത്തിന്റെ വീട്ടിൽ പോയപ്പോഴ് ഇങ്ങനെ ഒരു സുഗന്ധദൈവം കൊണ്ടാണ് ഈ ഈശോയുടെ കാൽപാദം തുറച്ചിരുന്നത്. എന്താണ് പേര്? നാട്യ സൗന്ദര്യം. അതാണിത്. ഇതിലിപ്പോ ഒന്നുമില്ല, കുറച്ചോ കഴിഞ്ഞു. ഇതാണ് നാട്യ സൗന്ദര്യം. ഇതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇതിനുള്ളിൽ മധുരമായി ഇത് പൊട്ടി ചൂടുള്ള കോഴിക്കോട്ട തുറന്നു കഴിഞ്ഞാല്
നാട്ടിൽ സുഗന്ധദ്രവ്യം തുറക്കുന്ന പോലെ ഒരു പ്രത്യേക സ്മെല്ലാന്ന് പറഞ്ഞു. ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ഹായ്. ശരി. ഒരു കോഴിക്കോട്ടിലുള്ള മുട്ട ലൈക്ക് ചെയ്യാനോട്ടാ. അങ്ങനെയുണ്ടോ കോഴിക്കോട്ടല്ലേക്ക്? ഒരു വർഷം അങ്ങനെ നമ്മുടെ കോഴിക്കോട് ശനിയാഴ്ചയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഈ കോഴിക്കോടിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചേട്ടാ ബൈ ബൈ, സി യു. ഇനി അടുത്ത വിശേഷങ്ങളും വീഡിയോസുമായി നമുക്ക് പിന്നെ കാണാം ഗൈസ്. ബൈ ബൈ.